മറ്റുള്ള പാർട്ടിക്കാരുടെ ഒരു കാര്യങ്ങളും അവർ എഴുതാറില്ല. ഈ പാർട്ടി സമ്മേളനം എന്തൊരു കേസ്, കാരണം ഒരു എല്ലാ ചാനലുകളിലും എല്ലാ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. എന്ത് സംഭവം? ശരി ചേട്ടാ, ഞാനും കണ്ടു ഇന്ന് കാലത്ത് വെച്ചു. എല്ലാ ചാനലിലും മനോരമ, ഏഷ്യാനെറ്റ്, എല്ലാ ചാനലുകളിലും ഇത് തന്നെയുള്ളൂ. CPM-ന്റെ ഈ പരിപാടി സമ്മേളനത്തിൽ വേറൊരു പാർട്ടികളുടെയും ഇതുവരെ അത്ര ഇത് കണ്ടിട്ടില്ല. കംപ്ലീറ്റ് കവറേജും ഇതിനാണ് വരുന്നത്. അതല്ലേ? ഓക്കെ. അതെ, സത്യത്തിലേ ഇപ്പൊ ഈ ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ചാനലുകളും CPM-ന്റെ സമ്മേളന വാർത്ത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ചോദ്യം. ഞാൻ ഒരു മറുചോദ്യം ചോദിക്കുക. ജേസൺ, മറുചോദ്യം എത്ര? ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ വാർത്ത ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായിട്ടാണ് തിരഞ്ഞെടുക്കുകയാണ്. ഇതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തെങ്കിലും പറഞ്ഞ വലിയ വാർത്തയാണ്. അതെന്താ കാരണം? കാരണം അമേരിക്ക ലോകത്തിൻ്റെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ എന്താ പറയുക, ഒരു 50 വർഷമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സമസ്ത മേഖലയിലും CPM എന്ന് പറഞ്ഞ പാർട്ടി, അതിൻ്റെ ബഹുജന പിന്തുണ കേരളത്തെ എല്ലാ വിജയങ്ങളുടെയും എല്ലാ പരാജയങ്ങളുടെയും ഉത്തരവാദിത്വം ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഭാവിയിൽ കേരളത്തിൻ്റെ ഒരു രക്ഷ വേണോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നാശം വേണോ എന്നെല്ലാം തീരുമാനിക്കാനുള്ള ശക്തിയും ഉള്ള ഒരു പാർട്ടിയും സംഘടനയും ആണ് CPM. അപ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തെ ബാധിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പാർട്ടി ചെയ്യാൻ പോകുന്ന നയങ്ങൾ, നിലപാടുകളാണ് അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളം മുഴുവനും ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ഭരണ നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ ഇനി ഭരണ പരിഷ്കാരങ്ങളാണ് ഈ സർക്കാർ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയൊരു തുടർ ഭരണത്തിലേക്ക് CPM എത്തുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ കേരളീയ സമൂഹത്തിന് ഉണ്ടെന്ന്. അത് ആ ജനങ്ങളുടെ ആകാംക്ഷ മാധ്യമങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കാണികൾ കാണുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇത്തരം വിഷയങ്ങളാണ്. മാധ്യമങ്ങൾ എപ്പോഴും എടുക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി, ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയായ CPM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ CPM-ന്റെ ഒരു പരിധി വരെയുള്ള മുഴുവൻ ആളുകളും ഈ വാർത്തകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചാനലുകൾക്ക് ഒരു എന്താ പറയുക, ഏത് വാർത്തയേക്കാളും കൂടുതൽ മൂല്യമുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് CPIM കേരളത്തിൽ അന്നും ഇന്നും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മാധ്യമങ്ങൾ, ഈ മനോരമ അല്ലെങ്കിൽ എന്താ പറയുക ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ പോലും പ്രധാന വാർത്തയായിട്ട് ഈ വിഷയത്തെ കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ രക്ഷയ്ക്കായാലും കേരളത്തിൻ്റെ നാശത്തിനായാലും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നിലപാടുകൾ വളരെ പ്രധാനമാണ്. കാരണം അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വർത്തമാന കാല അവസ്ഥയിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് അതിൻ്റെ കാരണം. ഓക്കെ. ഇനി ഉണ്ടാവില്ല സംശയം? പറഞ്ഞു വന്നപ്പോൾ ഒരു ശരിയായിട്ട് തോന്നിയില്ലേ? ശരിയായിട്ട് തോന്നി. ഓക്കെ. ശരി.